ഇന്ത്യൻ മിറാഷ് യുദ്ധവിമാനങ്ങൾക്ക് മുന്നിൽ പാക് പോർ വിമാനങ്ങൾ കണ്ടം വഴി ഓടുന്നത് ഇന്ന് ലോക മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ പാകിസ്ഥാൻ ഇന്ത്യൻ മിറാഷ് വിമാനങ്ങൾ കണ്ട് പിന്തിരിഞ്ഞോടുന്ന വാർത്തകൾ അതീവ കൗതുകത്തോടെയാണ് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനെ വിറപ്പിച്ച ഇന്ത്യയുടെ യുദ്ധതന്ത്രമാണ് BBC-യിലും CNN-ലുമൊക്കെ ഇന്നത്തെ മുഖ്യ ചർച്ചാ വിഷയം. പഴുതടച്ച പ്ലാനിംഗ്, അവധാനതയോടെയുള്ള കൃത്യമായ നീക്കം, അതായിരുന്നു വ്യോമസേന ലക്ഷ്യമിട്ടതും വിജയകരമായി നടപ്പാക്കിയതും. വിവിധ വ്യോമകേന്ദ്രങ്ങളിൽ നിന്ന് ഒരേ സമയം 180ഓളം വിമാനങ്ങൾ പറന്നുയർന്നു. ഇന്ത്യ പാക് അതിർത്തിയിൽ ഈ വിമാനങ്ങൾ അത്രയും കേന്ദ്രീകരിച്ചു. പാകിസ്ഥാൻ ഡിഫൻസ് ഫോഴ്സിനോ പോർ വിമാനങ്ങൾക്കോ റഡാറുകൾക്കോ കൃത്യമായ ഒരു സൂചനയും ലഭിച്ചില്ല. പാകിസ്ഥാന്റെ ഒരു ചാരസംഘടനയ്ക്കും ഇന്ത്യയുടെ നീക്കം മനസ്സിലാക്കാൻ കഴിഞ്ഞുമില്ല. പറന്നുയർന്ന ഒരു കൂട്ടം യുദ്ധവിമാനങ്ങൾക്കിടയിൽ നിന്ന് ഞൊടിയിടയിൽ 12 മിറാഷ് വിമാനങ്ങൾ ടാർഗറ്റിലേക്ക് നീങ്ങി. തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ 16 പോർ വിമാനങ്ങൾ ഈ മിറാഷ് വിമാനങ്ങളെ ലക്ഷ്യമാക്കി പാഞ്ഞെങ്കിലും മിറാഷ് വിമാനങ്ങളുടെ സാങ്കേതിക തികവിൽ പിന്തിരിഞ്ഞു പറക്കാനേ പാകിസ്ഥാന്റെ ഈ പോർ വിമാനങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. പഴുതടച്ച ഈ ആക്രമണ പദ്ധതിയിൽ ഇസ്രായേലി സാങ്കേതിക വിദ്യയുടെ പിൻബലമാണ് ഇന്ത്യക്ക് കരുത്തായത്. പാകിസ്ഥാന്റെ F-16 വിമാനങ്ങൾ തിരിച്ചടിക്ക് തുനിഞ്ഞെങ്കിലും മിറാഷ് വിമാന വ്യൂഹത്തെ കണ്ട് പിന്തിരിഞ്ഞോടിയത് ഈ സാങ്കേതിക വിദ്യയുടെ തികവിൽ തന്നെ. മിന്നലാക്രമണത്തിൽ പങ്കെടുത്ത ഒരാൾക്ക് പോലും പോറലേൽക്കാതെ 100% വിജയം വരിച്ച് മടങ്ങിയെത്തിയ ഈ വീരദൗത്യം പഴുതടച്ച സൈനിക നീക്കത്തിന്റെ, സൈനിക തന്ത്രത്തിന്റെ അടയാളമായി ഇന്ത്യക്ക് മാറുന്നു. പാകിസ്ഥാന്റെ മണ്ണിൽ തന്നെ നുഴഞ്ഞു കയറി 80 കിലോമീറ്ററോളം അകത്തേക്ക് വന്ന് ഭീകര ക്യാമ്പ് തകർത്തെറിഞ്ഞ ഇന്ത്യൻ തന്ത്രം ലോകമാധ്യമങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നു. പുൽവാമയിൽ പൊലിഞ്ഞ CRPF ജവാന്മാരുടെ ജീവന് ഇന്ത്യ അങ്ങനെ കൃത്യമായ കണക്ക് ചോദിച്ചു. അതും ഒരു സാധാരണ പാകിസ്ഥാനിയുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്താതെ. അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ മിറാഷ് പോർ വിമാനങ്ങൾ ഇസ്രായേലിന്റെ കൃത്യമായ സാങ്കേതിക തികവ്. 1000 കിലോ സ്ഫോടക വസ്തുക്കൾ ഉന്നം തെറ്റാതെ കൃത്യമായി വർഷിക്കുവാൻ നമ്മുടെ സേനയ്ക്കായി. വെറും 22 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന പ്രത്യാക്രമണം. അമേരിക്കൻ സേന അബട്ടാബാദിൽ ബിൻ ലാദന് നേർക്ക് നടത്തിയ ഒളിയുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്ന വിധമായിരുന്നു ഇന്നത്തെ ഇന്ത്യൻ നീക്കവും. ബലാക്കോട്ടും മുസഫറാബാദിലും ചക്കോദിയിലുമുള്ള തീവ്രവാദ ക്യാമ്പുകൾ നാമാവശേഷമാക്കി. ബാലാക്കോട്ടാണ് ആദ്യ ആക്രമണം നടത്തിയത്. പുലർച്ചെ 3:45 മുതൽ 3:53 വരെ ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ ലോകത്തിന് മുന്നിൽ ഹീറോ ആവുകയാണ്. അതെ, നമ്മുടെ സൈന്യത്തെ, നമ്മുടെ മിറാഷ് വ്യൂഹത്തെ കണ്ട് കണ്ടം വഴി ഓടി രക്ഷപ്പെട്ടു പാക് പോർ വിമാനങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.